കഴിഞ്ഞ ദിവസം ജപ്പാൻ സന്ദർശനത്തിനിടെ നരേന്ദ്രമോദിക്ക് ഒരു വിശിഷ്ടമായ ഒരു പാവയെ ജപ്പാൻകാർ സമ്മാനിച്ചു. ദാരുമ പാവ എന്നാണ് പറയുന്നത്. ആ ദാരുമ പാവ നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്ന തിരിച്ചടികളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, 7 തവണ നിങ്ങൾ വീണാലും 8ാം തവണയും ഉയർത്തെഴുന്നേറ്റിരിക്കണം. എത്രമാത്രം പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്ത് എണീറ്റിരിക്കണം, നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ളൊരു സന്ദേശമാണ് ഈ പാവ സമ്മാനിച്ചത്. നിരവധി ഐതിഹ്യങ്ങൾ, ആ പാവയെക്കുറിച്ചുള്ള കഥകൾ, ഇതൊക്കെ ദാരുമ പ്രതിമ അല്ലെങ്കിൽ ദാരുമ പാവ സമ്മാനമായി മോദിക്ക് ലഭിച്ചു എന്ന വാർത്ത കണ്ടതിന് ശേഷം പലരും സെർച്ച് ചെയ്യുകയുണ്ടായി. എന്നാൽ അക്കൂട്ടത്തിൽ ഒരുപാട് ആർട്ടിക്കിൾ വായിച്ചു. വളരെ ഇംപ്രസീവായി തോന്നിയ ഒരു ആർട്ടിക്കിൾ പ്രേം ശൈലേഷ് എന്ന ഒരു വ്യക്തി കുറിച്ച ഒരു കുറിപ്പാണ്. സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചൊരു കുറിപ്പാണിത്. എങ്ങനെയോ ഷെയർ ചെയ്ത് വന്നതാണ്. എന്തായാലും ആ കുറിപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഓരോ ആൾക്കും, ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഒരു മോട്ടിവേഷണൽ കുറിപ്പായി ഫീൽ ചെയ്തതുകൊണ്ടാണ് അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ആ കുറിപ്പ് വായിക്കാം. ഒരു ചുവരിന് മുന്നിലാണ് ബോധിധർമ്മൻ ഇരുന്നത്. സദസ്സിന് പുറം തിരിഞ്ഞ് ചുമര് നോക്കി 9 വർഷം അദ്ദേഹം ഇരുന്നു. ആളുകൾ വരും, പക്ഷെ അദ്ദേഹം ചുമരിനെയാണ് അഭിമുഖീകരിച്ചത്. ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷെ അദ്ദേഹം ചുമരിനാണ് ഉത്തരം നൽകിയത്. ചക്രവർത്തി ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, അങ്ങ് ചുമരിനെ നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുവരെ ഇങ്ങനെയൊന്ന് കേട്ടിട്ടേയില്ല. അങ്ങ് ആളുകളോടല്ലേ സംസാരിക്കുന്നത്? അപ്പോൾ അവരെയല്ലേ നോക്കിയിരിക്കേണ്ടത്? ബോധിധർമ്മൻ ചുമരിനെ നോക്കി തന്നെ പറഞ്ഞു, അനേകം പേരോട് അവരെ നോക്കി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ചുമരിനോടാണ് എന്ന് എപ്പോഴും ഞാൻ മനസ്സിലാക്കി. അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കുന്നില്ല. അവർ മനസ്സിലായി എന്ന് ഭാവിക്കും, പക്ഷെ എപ്പോഴും തെറ്റിദ്ധരിക്കുകയുള്ളൂ. കാഞ്ചീപുരത്ത് നിന്നും പ്രയാണം ആരംഭിച്ച ബോധിധർമ്മൻ ജപ്പാനിൽ അറിയപ്പെടുന്നത് ധാരുമദേശി എന്നാണ്. 9 വർഷങ്ങൾ ചുവരിനെ മാത്രം നോക്കി സംസാരിച്ച ബോധിധർമ്മന്റെ അവയവങ്ങൾ ചുരുങ്ങി എന്നാണ് ജപ്പാനിലെ വിശ്വാസം. കണ്ണുകൾ പോലുമില്ലാത്ത ഈ ബോധിധർമ്മന്റെ ധാരുമ പാവയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ജപ്പാനിലെ പുരോഹിതൻ സന്ദർശന വേളയിൽ സമ്മാനമായി നൽകിയത്. കണ്ണുകളില്ലാതെയാണ് പാവ നൽകുന്നത്. ഒരു ലക്ഷ്യം അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് തുടക്കം കുറിക്കുമ്പോൾ ജപ്പാൻകാർ പാവയുടെ ആദ്യത്തെ കണ്ണ് ചായം പൂശി നിറയ്ക്കുന്നു. ലക്ഷ്യം പൂർത്തിയായാൽ മാത്രം രണ്ടാമത്തെ കണ്ണുകളും ചായം പൂശി നിറച്ച് അതിനെ പൂർണ്ണമാക്കും. ഭാഗ്യത്തിനും കാര്യസാധ്യത്തിനും ധാരുമ പാവ നല്ലതാണ് എന്നാണ് അവരുടെ വിശ്വാസം. വലിയ ലക്ഷ്യങ്ങൾക്ക് പോകുന്നതിന് മുൻപായി ജപ്പാനിലെ യോദ്ധാക്കളും ചക്രവർത്തിമാരും ഷോഗണുകളും ധാരുമയുടെ ഉത്ഭവക്ഷേത്രമായ തക്കസാക്കിയിലെ ധാരുമ ക്ഷേത്രത്തിൽ ചെന്ന് അനുഗ്രഹം വാങ്ങാറുണ്ടത്രേ. ജപ്പാൻകാർ ഒരാൾക്കിത് സമ്മാനമായി നൽകുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ വലിയ ലക്ഷ്യത്തിന് ആശംസയും പ്രാർത്ഥനയും അർപ്പിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. ധാരുമ പാവയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിലെ പ്രത്യേകതയാണ്. ഈ പാവയ്ക്ക് വീഴാൻ കഴിയില്ല. അത് വീഴുമെന്ന് തോന്നുമെങ്കിലും തിരിച്ച് ശക്തമായി മുന്നോട്ടായും. അതിനും ജപ്പാനിൽ ഒരു തത്വമുണ്ട്. നന്ന കൊറോബിയാക്കി എന്നാണ് ജപ്പാൻകാർ അതിനെ പറയുക. എന്ന് വെച്ചാൽ 7 തവണ നിങ്ങൾ വീണാലും ശരി, 8ാം തവണ ഉയർത്തെഴുന്നേറ്റിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇതൊരു നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കുറിപ്പാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തക്ക പ്രത്യേകതയുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു കുറിപ്പ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.